ആരാ ആരാ ഏഞ്ചൽ എന്നെ മനസ്സിലായില്ലേ? DC ബുക്സിന്റെ സെമിനാറിന് കണ്ട. എങ്ങനെയാണ് ഏഞ്ചലിനെ കൺവിൻസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? എന്നെ ആദ്യമായിട്ട് കാണും മുന്നേ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്നോ? അതും എന്റെ ചെറുപ്പത്തില്. ഇതെന്താ മുറഗാമിയുടെ നോവലോ? അതല്ലേ ഏഞ്ചൽ ഇപ്പൊ പറയാൻ വന്നത്? ഓ ഗോഡ്, ഇതെങ്ങനെ? ആർ യു എ മെന്റലിസ്റ്റ്? ഏഞ്ചൽ ബിലീവ് മി ഓർ നോട്ട്, ഞാൻ ഈ സ്കൂളിൽ വന്നതും ഏഞ്ചലിനെ കണ്ടതും നമ്മൾ സംസാരിച്ചതുമായിട്ടുള്ള ഈ എൻറ്റയർ എപ്പിസോഡ്സ് ഇറ്റ് ഹാസ് ഹാപ്പൻ ബിഫോർ. കൺവിൻസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിടയിൽ നമ്മൾ പോലും അറിയാതെ ഒരു ടൈം ലൂപ്പ് റെപ്പറ്റീഷൻ നടന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏഞ്ചലിനോട് ഒരു കാര്യം പറയട്ടെ. ഏഞ്ചൽ അതിന് വളരെ ട്രൂത്ത്ഫുൾ ആയ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരണം. എന്ത് കാര്യം? വർഷങ്ങൾക്ക് മുമ്പ് ഏഞ്ചലിന്റെ മറയൂർ സ്കൂൾ ഡേ സമയത്ത് അമീർ എന്ന കുട്ടി എന്തിനാണ് ഏഞ്ചൽ അപകടപ്പെടുത്തിയത്? ഒരാളും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് ഏഞ്ചൽ ഉറച്ചു വിശ്വസിക്കുന്ന ആ ഈവൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏഞ്ചൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സോ പ്ലീസ് ടെൽ മീ, അമീറിനെ അപകടപ്പെടുത്താനുള്ള ഏഞ്ചലിന്റെ പ്രൊവോക്കേഷൻ എന്തായിരുന്നു? അമീർ, അവനിൽ എന്തോ ഒരു ബാഡ് ഓമൻ ഉണ്ടെന്ന് അന്ന് കൂടെ പഠിച്ച കുട്ടികളും നാട്ടുകാരും എല്ലാവരും എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇൻഫാക്ട് ഹി വാസ് വെരി ജെന്റിൽ വിത്ത് മീ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിലല്ലാന്ന്. ചിലപ്പോൾ പെട്ടെന്ന് മയങ്ങി വീഴാറുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ഒരു തവണ കൊച്ചു തെരേസ ടീച്ചറിന്റെ ക്ലാസ് പുറത്ത് നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കൊളാപ്സായി. പക്ഷെ അന്ന് ഉണർന്ന് എണീറ്റപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് നിറയെ അവനോടുള്ള ദേഷ്യമായിരുന്നു. അവൻ ഓർമ്മയുള്ളിടത്തോളം കാലം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ആരോ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ. ഒപ്പം വല്ലാത്തൊരു ധൈര്യവും. ഈ മയങ്ങി വീഴുന്നതേ ആരെ കാണാൻ പോവാനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമീർ, ഐ ആം സോറി. നോർമലി എന്നെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ വളരെ ലാഘവത്തോടെ ചെയ്തത്. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, ആരോ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. Now everything is clear, Angel. എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ കണ്ട അമീർ അത് അയാളുടെ രൂപം തന്നെയാണോ എന്നെനിക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ അയാളുടെ രൂപവും അയാൾ ഉപയോഗിച്ച ഭാഷയും ഒക്കെ എന്റെ മനസ്സ് തന്നെ കൺസീവ് ചെയ്തായിരിക്കാം. ചെറുപ്പത്തിൽ ഓരോ തവണ ഏഞ്ചൽ മയങ്ങി വീഴുമ്പോഴും മനസ്സിൽ ഡോമിനന്റ് ആയി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ക്യാൻവാസിൽ വരച്ചിടാറില്ലേ? യെസ്, ഉണ്ട്. അന്ന് വരച്ച ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചലിനെ അതൊന്നും എടുത്ത് നോക്കാം. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ ഏഞ്ചൽ.